മലപ്പുറം പൊന്നാനി മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കവർച്ചാ സംഘങ്ങൾ. പട്ടാപ്പകലും രാത്രിയും പുലർച്ചെയുമൊക്കെ കള്ളന്മാർ വീടുകൾ ലക്ഷ്യമിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. കഴിഞ്ഞ പുലർച്ചെ പൊന്നാനി ചെറുവായിക്കരയിൽ വീട്ടമ്മയെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച ശേഷമാണ് കവർച്ച നടത്തിയത്. വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന 3.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊന്നാനി ചെറുവായ്ക്കരയിലാണ് വീട്ടമ്മയുടെ വായ് മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ച നടത്തിയത്. പള്ളക്കുളം സ്വദേശി കുന്തനകത്ത് വീട്ടിൽ രാധയെയാണ് കെട്ടിയിട്ട് സ്വർണം അപഹരിച്ചത്. ഇവർ ധരിച്ചിരുന്ന 3.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. 2 അംഗ സംഘമാണ് മോഷണം നടത്തിയത്. ഉറക്കത്തിലാണ് ഇന്നെ ഈ കാട്ടിയത്. ഒരു സാധനം കൊടുന്ന് കഴുത്തുനിന്ന് തൊട്ടിട്ട് മുഖത്തിൻ്റെ തായം വരെ ചുറ്റിയിട്ടിട്ട് എൻ്റെ നെഞ്ഞത്ത് കുറേ അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടണില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, മക്കളേക്ക് ഇത്തിരി വെള്ളം തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഒരൊറ്റ ചവിട്ടും കൂടി ചവിട്ടി. അപ്പം ഞാൻ മരിച്ച പോലെ 2 കൈയും ഇങ്ങനെ നീച്ചപ്പോൾ ആ ചങ്ങായി പറഞ്ഞു, എടാ അത് ചൂടായി നമ്മൾ പോവാടാന്ന് പറഞ്ഞു. ടാപ്പ് മൊത്തം തലയിൽ ചുറ്റിയിട്ട് വായക്കൂടെ ചുറ്റിയിട്ട് കഴുത്തിൽ കൂടെ തൂക്കി കിടക്കുന്നുണ്ട്. രാധേച്ചി, നമ്മുടെ അയൽവാസി രാധേച്ചി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രാവിലെ വന്നത്. നോക്കുമ്പോൾ അവരെ വീട്ടിൽ കയറി മോഷണ ശ്രമം നടന്നെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള 2 വളകളും 2 കമ്മലും 2 പേര് ചേർന്നിട്ട് അവരെ ആക്രമിച്ചു കൊണ്ടുപോയെന്നാണ്. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാധയുടെ പരാതിയിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 മാസം മുൻപാണ് പൊന്നാനിയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് 350 പവൻ കവർന്നത്. തുടർച്ചയായി മോഷണം നടന്നതോടെ ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ.